ഉപമുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ മുസ്ലിം ലീഗ്. UDF മന്ത്രിസഭയിൽ PK കുഞ്ഞാലിക്കുട്ടിക്ക് നല്ല സ്ഥാനമുണ്ടാകുമെന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടിയെ കൂടാതെ KM ഷാജി, N ഷംസുദ്ദീൻ എന്നിവർക്ക് മന്ത്രിസ്ഥാനം ഉറപ്പാണ്. PK ബഷീർ, പാറക്കൽ അബ്ദുള്ള എന്നിവരുടെ പേരും പരിഗണനയിലുണ്ട്. നല്ലൊരു മന്ത്രിസഭ വരണം. കുഞ്ഞാലി സാഹിബ് നല്ലൊരു പ്രാതിനിധ്യം ഉണ്ടാവും, നല്ലൊരു സ്ഥാനത്ത് അദ്ദേഹം ഉണ്ടാവും. ഉപമുഖ്യമന്ത്രി സ്ഥാനം അവകാശപ്പെടില്ല എന്ന് പുറമെ പറയുമ്പോഴും അത് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മുസ്ലിം ലീഗ്. പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ പ്രതികരണം നൽകുന്ന സൂചന അതാണ്. കേരളത്തിൽ പൊതുവിലും മലബാറിൽ സവിശേഷമായും UDF വിജയത്തിൽ നിർണായക ഘടകമായ ലീഗിന് മന്ത്രിസഭയിൽ അർഹമായ പ്രാതിനിധ്യം ലഭിക്കുമെന്ന് തന്നെയാണ് നേതൃത്വം കരുതുന്നത്. UDFിലെ തന്നെ ട്രബിൾ ഷൂട്ടറായ PK കുഞ്ഞാലിക്കുള്ള പരിഗണന UDF നേതൃത്വം കാണിക്കുമെന്ന് തന്നെയാണ് ലീഗ് പ്രതീക്ഷിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞാൽ മന്ത്രി പരിഗണനയിൽ ആദ്യമുള്ളത് KM ഷാജിയുടെയും N ഷംസുദ്ദീൻ്റെയും പേരുകളാണ്. പാർട്ടിയിലെ പ്രധാന നേതാവെന്ന നിലയിൽ KM ഷാജിക്ക് മന്ത്രിസ്ഥാനം ഉറപ്പിക്കുന്നവരുണ്ട്. മണ്ണാർക്കാട് 4ാം തവണ നിയമസഭയിലെത്തുന്ന N ഷംസുദ്ദീനും മന്ത്രിസ്ഥാനം ഉറപ്പിക്കുന്നവരുടെ പട്ടികയിലാണ്. നിയമസഭയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ഷംസുദ്ദീന് മികച്ച വകുപ്പ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. PK ബഷീറും ആബിദ് ഹുസൈൻ തങ്ങളുമാണ് മലപ്പുറത്ത് നിന്ന് പരിഗണനയിലുള്ള മറ്റുള്ളവർ. മത്സരിച്ച 6 സീറ്റിലും വിജയിച്ച കോഴിക്കോടിന് ഒരു മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നാണ് ജില്ലയിലെ നേതാക്കളുടെ പ്രതീക്ഷ. കുറ്റ്യാടിയിൽ നിന്ന് 2ാം തവണ വിജയിച്ച പാറക്കൽ അബ്ദുള്ളയ്ക്കാണ് പ്രഥമ പരിഗണന. ജില്ലാ പ്രസിഡന്റ് MA റസാഖ് മാസ്റ്ററുടെ പേരും ചർച്ചകളിലുണ്ട്. മഞ്ചേശ്വരത്ത് BJPക്കെതിരെ തുടർച്ചയായി വിജയിക്കുന്ന AKM അഷ്റഫിനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന് പറയുന്നവരുണ്ട്. മന്ത്രിസ്ഥാനം ലഭിച്ചില്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പോലെ മറ്റു പദവികളിലും അഷ്റഫിന് പരിഗണന ലഭിച്ചേക്കും. മുഖ്യമന്ത്രി സ്ഥാനത്ത് കോൺഗ്രസ് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ UDF ചേർന്ന് ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനത്തിൽ തീരുമാനമെടുക്കും. അതനുസരിച്ചായിരിക്കും ലീഗ് മന്ത്രിസ്ഥാനങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുക. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.